ഇന്ന് നമ്മുടെ നാട്ടിൽ മതം പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുകയും ഒരുങ്ങിപ്പുറപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ ഏറ്റവും മുൻനിരയിലുള്ളവരാണ് മതരംഗത്ത് ബിരുദം നേടുന്നവർ, അല്ലേ? അതല്ലാത്ത ഇതിനു മേലെയുള്ള ഒരു മതപഠനം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കാർക്കെങ്കിലും വേറെ അറിയോ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയ ഏറ്റവും മേലെ മുൻനിരയിലുള്ള പഠിതാക്കളാണ് നാം, അല്ലേ? അങ്ങനല്ലേ? തീർച്ചയായും. ഇവിടെ നാം ആലോചിക്കേണ്ടത്, നാം ആണ് ഇനി നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങൾ, മഹല്ലുകൾ, മദ്രസകൾ, മറ്റ് ദീനീ സംരംഭങ്ങൾ ഇതെല്ലാം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളാണ്. നാം ഏറ്റെടുക്കാൻ സാധ്യതയുള്ള പൊസിഷനുകളാണ് ഖതീബ്, ഇമാമ്, മുഅല്ലിം, സദർ മുഅല്ലിം, പ്രിൻസിപ്പാൾ, മാനേജർ, ഇതുപോലെയുള്ള ഒരുപാട് തസ്തികകൾ, അല്ലേ? ഈ തസ്തികകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതാനും ചില തസ്തികകളെ കുറിച്ച് ഞാൻ ചെറുതായിട്ട് പറയാം. ഞാൻ പറയുന്നത് ഒരു പുനരാലോചനയ്ക്ക് വേണ്ടിയാണ്, വിമർശനത്തിന് വേണ്ടിയാണെന്ന് കരുതരുത്. ഒരു ഖതീബായി ഒരാൾ സ്ഥാനമേറ്റാൽ, ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അയാളിലൂടെ നടക്കേണ്ടത് എന്താണ്? ഒരു ഓപ്ഷൻ, ബി ഓപ്ഷൻ, അയാൾ എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ പാരായണം ചെയ്യുന്നു. ജുമുഅ നിസ്കാരത്തിന് മെഹ്റാബിൽ നിന്ന് ഇമാമത്ത് നിൽക്കുന്നു. ആ മഹല്ലിൽ നിക്കാഹിന്റെ ചടങ്ങുകൾക്ക് ക്ഷണിക്കപ്പെട്ടാൽ അദ്ദേഹം അവിടെ നിക്കാഹിന്റെ ഖുതുബ നിർവഹിക്കുന്നു, നിക്കാഹിന്റെ കാർമ്മികത്വം വഹിക്കുന്നു. എ ഓപ്ഷൻ. ആ മഹല്ലിലെ ജനങ്ങൾ എത്ര ജനസംഖ്യയുണ്ട് എന്ന് പഠിച്ച് അതിൽ മുസ്ലിങ്ങൾക്ക് കൃത്യമായ ദീനീ ജീവിതം ലഭ്യമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ദെൻ കൂടെ മഅഹു ആ നാട്ടിലെ മറ്റ് ജനവിഭാഗങ്ങൾക്ക്, മറ്റു മതമുള്ളവർക്ക്, മതമില്ലാത്തവർക്ക് തുടങ്ങിയുള്ള മറ്റ് ജനങ്ങൾക്ക് ഇസ്ലാമിനോട് മതിപ്പുണ്ടാക്കുന്നു. ഇതിന് ഉപോത്ബലകമായി മനസ്സിലാക്കാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10-13 വർഷക്കാലം മക്കയിലും ശേഷം 10 വർഷത്തോളം മദീനയിലും ദഅവത്ത് നടത്തി പൂർത്തീകരിക്കുന്ന സമയത്ത് ഒരു നാടിന്റെ ഭരണം മുഴുവനും, മദീനയുടെയും മക്കയുടെയും ഒക്കെ ഭരണം മുഴുവനും നബിതങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോഴും എല്ലാവരെയും പിടിച്ച് മുസ്ലിങ്ങളാക്കിയിട്ടുണ്ടോ? ഇല്ല. അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് മദീനയിലെ ജനങ്ങളെ ഉൾപ്പെടെ, അവിടുത്തെ ഭരണപ്രദേശത്തെ ജനങ്ങളെ മനസ്സിലാക്കിയാൽ വലിയൊരു വിഭാഗം മുസ്ലിങ്ങളായി ജീവിക്കുന്നു. അവരെ ജീവിതത്തിന്റെ പരമാവധി പുരോഗതി ഘട്ടത്തിൽ എത്തിക്കുന്നു. അല്ലാത്ത ജനവിഭാഗം നബിതങ്ങളെ ഇഷ്ടപ്പെടുന്നു, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇഷ്ടപ്പെടുന്നു. എത്രത്തോളം ജൂതന്മാർ വരെ ഒരു പ്രശ്നമുണ്ടായാൽ, നബിയെ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മതി ഞങ്ങൾക്ക് മധ്യസ്ഥത്തിന്, സഅദിനെയോ റളിയല്ലാഹു അൻഹു അത്ര ഏതെങ്കിലും ഒരാളെ അയച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ ഒരു പിക്ചറാണ് നബിതങ്ങൾ നടപ്പിലാക്കിയത്. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു ഖതീബ് ഒരു മഹല്ലിലേക്ക് ചെന്നാൽ ആ മഹല്ലിൽ അദ്ദേഹം ചെയ്യുന്നത്, ആ മഹല്ലിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമികമായ ദഅവത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നടക്കണം? അവരിലെ വിദ്യാർത്ഥികളുടെ ഉന്നതി, അവരിലെ സാധാരണക്കാരായ യുവാക്കളുടെ പുരോഗതി, മതപരമായ പുരോഗതി, ഭൗതികപരമായ പുരോഗതി, അഥവാ അവരുടെ രാഷ്ട്രീയത്തിലെയും സാമൂഹിക ചുറ്റുപാടിലെയും സാമ്പത്തിക ചുറ്റുപാടിലെയും ഇടപെടൽ, ആ നാട്ടിലെ മുതിർന്ന ജനവിഭാഗങ്ങൾക്ക് ആവശ്യമായ സാന്ത്വനം, ആ നാട്ടിലെ ജനവിഭാഗങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ,
ഇതെല്ലാം ചെയ്യുന്ന ഒരു നാടിനെ നയിക്കുന്ന വലിയൊരു പ്രൊജക്റ്റ് ലീഡറാണ് ഒരു ഖത്തീബിന്റെ എ ഓപ്ഷൻ. ഇത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മുന്നിലിരിക്കുന്ന അടുത്ത ഘട്ടത്തിലെ ദായികളായ കൂട്ടുകാർക്ക് സാധിക്കുമോ? ഞാൻ നിങ്ങളോട് എന്നുള്ളത് പദത്തിന്റെ സൗകര്യത്തിനോട് പറയാണ്, സൂചിപ്പിക്കുന്നത് നമുക്ക് സാധിക്കും. നമുക്ക് സാധിക്കുന്ന ഒരു ഓപ്ഷനും സാധ്യതയുമാണ് ഇത്. ഒരു മുഅല്ലിം എന്നത് തൻ്റെ മദ്രസ ക്ലാസ് റൂമിലേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥിയെ ചില പ്രത്യേക പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ച് പരീക്ഷയിൽ മാർക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുന്ന പൊസിഷൻ ലീഡ് ചെയ്യുന്നവരല്ല. മറിച്ച് മദ്രസ ക്ലാസ് റൂമിലേക്ക് ഒരു വിദ്യാർത്ഥി വന്നാൽ ആ വിദ്യാർത്ഥിയുടെ ഫാമിലിയെ ഇസ്ലാമികമായ ദഅവത്തിന് വിധേയമാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുഅല്ലിം. ഒരു സദർ മുഅല്ലിം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് സ്വാധീനം ഉള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് മദ്രസ. ഇവിടെ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ കോളേജിലെ പഠനം നേരെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിലേക്ക് അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഇല്ല. ഉണ്ടോ? ഇല്ല. ഇൻഡയറക്റ്റ് ഉണ്ട്. അതേസമയത്ത് മദ്രസ ഇതിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ഡെയിലി റേഷ്യോയിലായി എന്ത് ചെയ്യുന്നുണ്ട്? സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ആ ദഅവത്ത് ചെന്നെത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ ലീഡ് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പാണ് ഒരു സദർ മുഅല്ലിം എന്നത്. ഒരു സ്ഥാപനം ഇപ്പൊ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ പ്രക്രിയകൾ ഒരുപക്ഷെ സർക്കാരിനെ പോലും വെല്ലുന്ന എഡ്യൂക്കേഷണൽ പ്രോസസ്സുകൾ ചെയ്യുന്നത് നമ്മുടെ അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഘടനാ വിങ്ങിന് കൂടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ സംഘടന വിങ്ങിന്റെ ഭാഗമായി നടക്കുന്ന സ്ഥാപന പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സേവനങ്ങൾ ചെയ്യുന്നത്. അവിടെ നമ്മുടെ സ്ഥാപനങ്ങളിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ലോക നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന കാഴ്ചപ്പാടുണ്ടാകേണ്ടവർ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്ന് വിദ്യ പകരുന്നവരെക്കാൾ ആ കാഴ്ചപ്പാടുണ്ടാകേണ്ടത് പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർക്കാണ്. നിങ്ങളിൽ അത്രയും ശേഷിയുള്ളവരും അത്രയും സാധ്യതയുള്ളവരും ഉണ്ട്. ഈ സാധ്യതകൾ ഉപയോഗിച്ച് നാം കാര്യങ്ങൾ വലിയ വൃത്തങ്ങൾ വലുതാക്കി പ്ലാൻ വരച്ച് മുന്നോട്ട് പോകേണ്ടവരാണ്. കേവലം ഒരു സ്ഥലത്തെ ഒരു ഇമാം അല്ലെങ്കിൽ ഒരു മുഅല്ലിം അല്ലെങ്കിൽ ഒരു ടീച്ചർ അതല്ലെങ്കിൽ അത്തരം ഒരു പേഴ്സൺ ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മുടെ അച്ചീവ്മെന്റുകളെ നമ്മുടെ നേട്ടങ്ങളെ ലക്ഷ്യം കണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം വലിയ ഒരു സർക്കിൾ, ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് ആവശ്യമായ ഒരു ബിഗ്ഗസ്റ്റ് ഇന്റർവെൻഷൻ, ഒരു വലിയ ഇടപെടൽ, അത് മനസ്സിലേറ്റി പുറത്തിറങ്ങുന്നവരാണ് നിങ്ങൾ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആകാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സാധിക്കും. അത് സാധിക്കാൻ നാം ചെയ്യേണ്ടത് അതിനാവശ്യമായ ചിന്തകളാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് സാധിക്കുന്നത് നാം ചിന്തിക്കുക എന്നതാണ്. നമ്മുടെ ചിന്തയാണ് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇനിയും മാറേണ്ട ചില സംഗതികൾ കൂടി ഞാൻ അഭിപ്രായപ്പെടാം. എൻ്റെ ഒരു അഭിപ്രായവും നേരെ നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങളുടെ ഉസ്താദുമാരും മശായിഖുമാരും അംഗീകരിക്കുന്നത് മാത്രമേ സ്വീകരിക്കാവൂ. പഠിക്കേണ്ടത് എപ്പോഴും, ഇപ്പോൾ നിങ്ങളൊരു ജൗഹരി ബിരുദം നേടുന്നുവെങ്കിൽ ഈ ബിരുദ പഠനത്തിനുള്ള ഒരു തുടക്കം മാത്രമേ ആകാവൂ. പഠനത്തിനുള്ള ഒരു തുടക്കം മാത്രമേ ആകാവൂ. നിങ്ങൾക്ക്
വലിയ വലിയ വിപ്ലവങ്ങൾ, നമ്മുടെ നാടിന് ഇനിയും വിപ്ലവങ്ങൾ ആവശ്യമുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് നാം ഇത്രയും കാലം ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ദീനീ ദഅവത്ത്, ദീനീ പഠനത്തിലെ പരമാവധി പഠിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ സാങ്കല്പികമായി ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ സ്വന്തം വീട്ടിലെ നിങ്ങളുടെ സഹോദര സഹോദരിമാർ, ജ്യേഷ്ഠൻ, അനുജൻ തുടങ്ങിയുള്ള നിങ്ങളുടെ ഫാമിലി വൃത്തത്തിൽ നിന്ന് ഈ കൂട്ടുകാരെ കണ്ടതിൻ്റെ പേരിൽ എനിക്ക് വേണ്ടത് ഇസ്ലാമിക് ഹാഡ് ഡ്രസ്സിംഗ് മോഡലാണ് ഏതിനേക്കാൾ, അതർ സൈഡിനേക്കാൾ എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ നിങ്ങളെ ചുറ്റിലുള്ളവരെ ചിന്തിപ്പിക്കാൻ പറ്റുന്ന എത്ര കൂട്ടുകാരുണ്ട് എന്ന് ഞാൻ സാങ്കല്പികമായി കൈപൊക്കാൻ പറഞ്ഞാൽ എത്ര കൈകൾ പൊക്കും? നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കൂ. എൻ്റെ വീട്ടിലൊരു വിവാഹ ചടങ്ങ് നടക്കുമ്പോൾ അവിടെ ഇസ്ലാമിക് മൂല്യങ്ങൾ, ഒരു വാല്യൂ, അത് പാലിച്ചുകൊണ്ടാണ് എൻ്റെ വീട്ടിലെ മതചടങ്ങുകളും എൻ്റെ വീട്ടിലെ പാരമ്പര്യ ചടങ്ങുകളും നടക്കുകയുള്ളൂ. അതിന് ഞാനൊരു സബബാണ്, ഞാൻ പഠിതാവായി എന്നത് അതിനൊരു കാരണമാണ് എന്ന് പറയാൻ പറ്റുന്ന എത്ര കൂട്ടുകാരുണ്ട് എന്ന് ചോദിച്ചിട്ട് കൈപൊക്കാൻ പറഞ്ഞാൽ നമ്മിൽ എത്ര പേർക്ക് പൊക്കാൻ സാധ്യമാകും? ഞാൻ പറയുന്നത് സാധിക്കുകയില്ല എന്നല്ല, നമുക്ക് ചിന്ത പോകേണ്ട ഒരു മേഖലയാണ്. ഇത്രയും സാധിക്കാത്ത ഒരാൾ ഖത്തീബായാൽ, മുഅല്ലിമായാൽ, സദർ മുഅല്ലിമായാൽ, മാനേജറായാൽ, പ്രിൻസിപ്പാളായാൽ അവിടെ നമ്മുടെ നേട്ടങ്ങളുടെ വൃത്തം ചുരുങ്ങും. ഇത് അതിസാഹസികതയോ നമുക്ക് നടക്കാത്തതോ അല്ല. നാം പ്ലാൻ ചെയ്താൽ, കൊച്ചു കൊച്ചു ശ്രമങ്ങൾ നടത്താൻ നാം സന്നദ്ധമാണെങ്കിൽ നമുക്ക് സാധിക്കുന്നതാണിത്. ഇവിടെ ഒരു മദ്രസ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ മറ്റൊരു വിദ്യാഭ്യാസ സംവിധാനമോ നടക്കുന്നുണ്ടെങ്കിൽ, സ്കൂളുകളൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസം നടന്നതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലെ പൊതുസമൂഹത്തിന് സാമ്പത്തിക പുരോഗതി ഉണ്ടാകാറുണ്ടോ? ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകാറുണ്ടോ? ഹാപ്പിനെസ്സിൽ പുരോഗതി ഉണ്ടാകാറുണ്ടോ? സ്പിരിച്വാലിറ്റിയിൽ പുരോഗതി ഉണ്ടോ? ഈ 4 പില്ലേഴ്സ് ഇല്ലെങ്കിൽ ആ ലൈഫ് പലപ്പോഴും അർത്ഥശൂന്യമാകും. ഒരാളുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു അച്ചീവ്മെന്റ് ആണ് റിയൽ ഹാപ്പിനെസ്. റിയൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യമായാലും രോഗമായാലും മനസ്സിന് സമാധാനം ഉണ്ടാകും. സമ്പന്നനായാലും ദരിദ്രനായാലും മനസ്സിന് സന്തോഷം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. പ്രശസ്തനായാലും ഒരു അധോഗതിയിലുള്ള ആളായാലും അയാൾക്ക് മനസ്സമാധാനം ഉണ്ടാകും. ഇങ്ങനെ ഏത് സമയത്തും മനസ്സിന് സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിയുന്നൊരു മനുഷ്യനാണ് ശരിയായ മനുഷ്യൻ. സെക്കൻഡ്, അടുത്തത്, ഒരാൾക്ക് ജീവിതത്തിൽ ആരോഗ്യം എന്നത് നമ്മുടെ മെഡിക്കേഷൻ, ചികിത്സ കൊണ്ട് നേടിയെടുക്കേണ്ട സാധനമല്ല ആരോഗ്യം. നമ്മുടെ ജീവിത രീതി കൊണ്ട് നേടിയെടുക്കേണ്ടതാണ് ആരോഗ്യം. ഈ ജീവിത രീതിയെ സ്വാധീനിക്കേണ്ടത് നമ്മുടെ പഠന സംവിധാനങ്ങളാണ്. ഇതിന് പുറത്തൊരു പഠനമല്ല. നമ്മുടെ സ്കൂളും നമ്മുടെ മദ്രസയും നമ്മുടെ ഈ കോളേജും ഒക്കെ തന്നെയാണ് നമ്മുടെ ആരോഗ്യം സൃഷ്ടിക്കേണ്ടിയിരുന്നത്. നിലവിൽ അങ്ങനെ ആണോ അല്ലയോ എന്നൊക്കെ ആലോചിക്കാൻ മാത്രം ശേഷിയുള്ളവരും വിപ്ലവങ്ങളുടെ തുടക്കം കുറിക്കാൻ വലിയ പക്വതയുള്ളവരുമാണ്, അതിനു മാത്രം ഇന്റലിജന്റ് ഉള്ളവരാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. ഈ നാടിനും ഈ സമൂഹത്തിനും ആവശ്യമായതെല്ലാം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ഈ ഇരിക്കുന്ന എൻ്റെ ബഹുമാന്യരായ സുഹൃത്തുക്കളിലാണ്. അത് ഒന്ന് പരിശോധിക്കാൻ, അതൊന്ന് അനലൈസ് ചെയ്യാൻ, അതൊന്ന് തദ്ഖീഖൻ, സൂക്ഷ്മ നിരീക്ഷണം നടത്താൻ ബാധ്യതപ്പെട്ടവരാണ് നാം. അടുത്ത നമ്മുടെ മുമ്പിലിരിക്കുന്ന യുഗം ഒരുപക്ഷെ നിങ്ങളെക്കാൾ നാഷണാലിറ്റി ഉള്ളവരെന്ന് വിളിക്കപ്പെടുന്നവർ അൽഫ ജനറേഷൻ എന്നോ അല്ലെങ്കിൽ അതിൻ്റെയും ശേഷത്തെ പേരിട്ട് വിളിക്കപ്പെടുന്നവരോ ആണ്. കഴിഞ്ഞ ദിവസം ഇതുപോലെയുള്ള
കുറച്ചുകൂടി ബിരുദം എടുത്തു കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ടീം, ആ ടീമിന്റെ സദസ്സിൽ വെച്ച് ഒരു പുതിയ പണ്ഡിതൻ, അദ്ദേഹം വിമർശനാത്മകമായി ചോദിച്ചു, പുതിയ ലോകത്തെക്കുറിച്ച് നമുക്കറിയാമോ? ചില സെൻസസുകൾ സൂചിപ്പിച്ചത് ചെറിയ മക്കൾ വരെ AI ഉപയോഗിച്ച് വളരെ മോശമായ പശ്ചാത്തലമുള്ള വീഡിയോകൾ സെർച്ച് ചെയ്യുകയും കാണുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്ന തലത്തിൽ നിന്ന് തുടങ്ങി മാരകമായ ദുശ്ശീലങ്ങളുടെ വക്താക്കളായി വളരുന്നു. നമ്മളെക്കാൾ എത്രയോ ഫാസ്റ്റായി കുട്ടികൾ പഠനം സാധ്യമായവരാണ്. AI ഉപയോഗിച്ച് എന്തും സെർച്ച് ചെയ്യാനും എന്തും കണ്ടെത്താനും സാധ്യതയുള്ള ഒരു ലോകത്താണ് നാം ഉള്ളത്. നമുക്ക് ഈ ലോകത്തോട് സംവദിക്കാൻ കഴിയുമോ? ഞാനൊരു ഫ്രീ വേഴ്സനാണ് AI നിന്ന് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 5 വയസ്സുകാരൻ അല്ലെങ്കിൽ 7 വയസ്സുകാരൻ അല്ലെങ്കിൽ 9 വയസ്സുകാരൻ 11 വയസ്സുകാരൻ സെർച്ച് ചെയ്യുന്നത് AI പെയ്ഡ് വേർഷൻ ഉപയോഗിച്ചിട്ടാണ്. എനിക്ക് 3 സെക്കൻഡ് കൊണ്ടാണ് AI ആൻസർ തരുന്നതെങ്കിൽ എൻ്റെ ഈ കൊച്ചനുജന്, ഈ നാഷണാലിറ്റിയുള്ള സുഹൃത്തിന് AI മെസ്സേജ് കൊടുക്കുന്നത്, ഇൻഫർമേഷൻ കൊടുക്കുന്നത് മൈക്രോ സെക്കൻഡിനേക്കാൾ വേഗതയിലാണ്. ഇതൊരാശങ്കയായി അദ്ദേഹം ഉന്നയിക്കുന്നു. സത്യത്തിൽ ഒരാശങ്കയുടെയും ആവശ്യമില്ല. ഈ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മനസ്സ് സ്വസ്ഥമാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഹെൽത്തും വെൽത്തും ഉണ്ടെങ്കിൽ, സ്പിരിച്വാലിറ്റിയും ഉണ്ടെങ്കിൽ, നിങ്ങളെ ആവശ്യമുള്ളവരാണ് ഈ കൂട്ടർ. അവരെ നയിക്കാനുള്ള ഉണ്ടാകേണ്ട എല്ലാ യോഗ്യതയും ഈ പറയപ്പെട്ടത് തന്നെയാണ്. ഈമാൻ എന്നത് ഈ കാലഘട്ടത്തിൻ്റെയും അനിവാര്യമായ ആവശ്യമാണ്. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് പിന്തുടരാനും നമ്മുടെ പിന്നാലെ വരാനും ആളുണ്ട്. കഴിഞ്ഞ ദിവസം 20 വയസ്സുകാരനായ മോനെ കൊണ്ട് ഒരു കോനയും കൂട്ടിയിട്ട് ഒരു പിതാവിൻ്റെ അടുത്ത് വന്നു. 3 തവണ 3 times സൂയിസൈഡ് അറ്റംപ്റ്റ് കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് അവൻ. അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലെ, ഷർട്ടിലെ ഈ ബട്ടണുകൾ അവൻ ഇട്ടിട്ടില്ല. അവൻ്റെ പാൻസ് വളരെ പരിഷ്കരിച്ച ഒരു ടൈപ്പാണ്. അവൻ്റെ തലമുടി കണ്ടാൽ സ്വാഭാവികമായും ഒരുപക്ഷെ ചോദിക്കും, ഇവൻ്റെ ഈ മുടിയുടെ ഉള്ളിലൊരു തല ഉണ്ടില്ലേ എന്ന് ചോദിക്കും. ഈ രീതിയിലുള്ള സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, മോൻ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? അവൻ പറഞ്ഞു, എനിക്കൊരു പ്രയാസവും ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു, ഈ പിതാവ് നിന്നെ കൂട്ടി വരാനുള്ള കാരണം എന്താണെന്ന് അറിയോ? അവൻ പറഞ്ഞു, അത് എനിക്ക് ഇങ്ങനെ ചെറിയ സംഭവമൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ മരിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, മരിക്കാൻ എളുപ്പം ഇഷ്ടമാണോ? ഇല്ല, അത് സംഗതി വളരെ പ്രയാസമുള്ള കേസാണെന്ന് ഇപ്പോൾ മനസ്സിലായി. കാരണം ഈ കയററുത്ത് കൊണ്ടുവന്നതാണ്, അപ്പോൾ അതിൻ്റെതായ പെയിൻ അനുഭവിച്ചിട്ടും ഉണ്ടാവുമല്ലോ. ഞാൻ ചോദിച്ചു, എന്താണ് പിന്നെ ഇങ്ങനെ മരിക്കാൻ ശ്രമിക്കാനുള്ള കാരണം? അപ്പം അവൻ പറഞ്ഞത്, എന്തായാലും നമ്മളൊക്കെ എന്തായാലും നരകത്തിലായിരിക്കും, പിന്നെ വെറുതെ എങ്ങനെ. പിന്നെ ഞാൻ ചോദിച്ചു, എന്തായാലും പിന്നെ പ്രയാസപ്പെട്ട് മരിക്കണ്ടല്ലോ, സമയത്തും മരിച്ചോളൂലേ. അപ്പോൾ അവനിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അത് അന്തസ്സ് വേണം. ഞാൻ ചോദിച്ചു, എന്താണ് അന്തസ്സ്? അപ്പം പറഞ്ഞു, 3 കാര്യങ്ങൾ ഉണ്ടായാലാണ് അന്തസ്സ് ഉണ്ടാകുക. ഒന്നാമത്തത് പറഞ്ഞത് ബൈക്ക് വേണം, 2 വീലർ വേണം. വളരെ സീരിയസ് ആയിട്ടാണ് അവൻ സംസാരിക്കുന്നത്, തമാശക്ക് പറയല്ല. രണ്ടാമത്തത് എന്താ അറിയോ? കുറേ ഫ്രണ്ട്സ് വേണം. മൂന്നാമത്തത് കുറേ ക്യാഷും വേണം. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, ബൈക്ക് ഉണ്ടായാൽ അന്തസ്സുണ്ട്? ആ ബൈക്ക് ഉണ്ടായാൽ അന്തസ്സുണ്ട്. എങ്ങനെ? അപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുക. നല്ല ഒരു സ്റ്റാൻഡേർഡുള്ള ഒരു ബൈക്ക് ഉണ്ടായാൽ എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ ശ്രദ്ധിച്ചാലാണ് എന്തുണ്ടാകുക? അന്തസ്സ് ഉണ്ടാവുക. രണ്ടാമത്തെ ഞാൻ ചോദിച്ചു, ഫ്രണ്ട്സ് ഉണ്ടായാലോ? കുറേ ഫ്രണ്ട്സ് ഉണ്ടായാൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായാൽ അടിക്കാനും ഇതൊക്കെ തല്ലാനൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാകും. മൂന്നാമത്തത് ക്യാഷ് ഉണ്ടായാൽ നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങാം, നമുക്കിഷ്ടമുള്ള ഷൂ വാങ്ങാം, നമുക്കിഷ്ടമുള്ള ഹെയർ കട്ടിംഗ് ഒക്കെ ചെയ്യും. ഈ സഹോദരന് ജീവിതത്തിൽ സുഖം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനോ അത് ആസ്വദിക്കുന്നൊരു രംഗം അനുഭവിപ്പിച്ചു കൊടുക്കാനോ അതിനൊരു ചാൻസ് കൊടുക്കാനോ ഒരാളില്ലാത്തതായിരുന്നു സത്യത്തിൽ പ്രശ്നം.
ഇന്നത്തെ സമൂഹത്തിന്റെ ആവശ്യം എന്താണെന്നറിയോ? നിസ്കാരത്തിന്റെ രുചിയെറിഞ്ഞൊന്ന് ആസ്വദിക്കാൻ അവസരം കിട്ടാത്തതാണ് അവരുടെ പ്രശ്നം. അതവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് ഇത്ര കഷ്ടപ്പെട്ട് മുടി ഇങ്ങനെ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അവനോട് ചോദിച്ചു, ഇത് എളുപ്പമാണോ ഇങ്ങനെ ആക്കാൻ? ഞാൻ കരുതിയത് കുറേ ദിവസം കുളിക്കാണ്ട് നിന്നിട്ട് അങ്ങനെ ആയതാണെന്ന് ഞാൻ ആദ്യം കരുതിയത്. അങ്ങനെ അല്ല, ക്യാഷ് കൊടുത്തിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്യുകയാണ്. കുളിക്കാതെ ഇരുന്നിട്ട് ഏത് മോഡലാണോ ആകുന്നത് ആ മോഡൽ ക്യാഷ് കൊടുത്തിട്ടാക്കുകയാണ്. അപ്പൊ ഇത് എളുപ്പമാണോ? എളുപ്പമൊന്നുമല്ല, കുറെ മെനക്കെടുണ്ട് അങ്ങനെ ആകാൻ. അപ്പോ ഇത്ര കഷ്ടപ്പെടുന്നത് എന്തിന്? അവർക്കെങ്ങാനും ഇസ്ലാമിന്റെ മാധുര്യം, ഒരു നിസ്കാരത്തിന്റെ മാധുര്യം കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. അവർക്ക് ഒരു ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ മനസ്സിലായിരുന്നെങ്കിൽ, ഒരു എക്സിക്യൂട്ടീവ് മോഡ് മനസ്സിലായിരുന്നെങ്കിൽ അവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷേ അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ പലപ്പോഴും ആരെയും അവർക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് വസ്തുത. ഇതെവിടെയാണെന്നറിയോ? നമ്മുടെ ജനസംഖ്യ കൊണ്ട് നമുക്ക് നല്ല സാന്നിധ്യമുള്ള ഇടത്താണ് ഞാനിപ്പോൾ ഈ പ്രശ്നം പറയുന്നത്. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക ദഅവത്തിന്റെ സാധ്യതകളും ആവശ്യങ്ങളും ഒടുങ്ങിയിട്ടില്ല. ബിരുദം കൊണ്ട് മറ്റ് പല പ്രൊഫഷണലിലും പേരുകൊണ്ട് ബിരുദധാരികൾ ഇറങ്ങുന്നത് പോലെ ഇറങ്ങുന്നതിന് പകരം നാം നമ്മെ ശാക്തീകരിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൊസിഷനുകളുടെ വൃത്തങ്ങൾ മനസ്സിലാക്കി പൊസിഷനുകളിലേക്ക് ഇറങ്ങുന്നവർ നമ്മുടെ നാടിന് ഇനിയും ആവശ്യമുണ്ട്. മറ്റു നാട്ടിലൊക്കെ പഠനത്തിന്റെ, ഭൗതിക പഠനത്തിന്റെയൊക്കെ സിറ്റുവേഷൻ വികസിത രാജ്യങ്ങളിൽ എങ്ങനെയാണ്? ഒരാളൊരു പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്കില്ലിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കും, വർക്ക് ചെയ്ത് അവരുടെ ജീവിതത്തിന് ആവശ്യമായ നേട്ടങ്ങൾ നേടിയെടുത്തിട്ട് പിന്നീടാണ് അവർ ഹയർ സ്റ്റഡീസ് നടത്തുന്നത്, ഉയർന്ന പഠനങ്ങൾ നടത്തുന്നത്. ഇതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരു ആശയം പങ്കുവെക്കുന്നു. നിങ്ങൾ ബിരുദമെടുത്തതിന് ശേഷം വീണ്ടും പ്ലാൻ ചെയ്യണം. പഠിക്കാൻ എന്ന് പറഞ്ഞാൽ സേവനങ്ങൾ ചെയ്യുമ്പോഴും സേവനങ്ങൾ കേവലം നമ്മുടെ സേവനത്തിന്റെ ഓപ്പോസിറ്റിൽ, അതിന്റെ ഐവലിൽ എന്ത് വരരുത്? ഒരു ശമ്പളം വരേണ്ടി വരരുത്. അങ്ങനെ കഴിയുന്നവരാണ് എൻ്റെ പ്രിയപ്പെട്ട മുന്നിലിരിക്കുന്നത്. സാമ്പത്തിക വ്യവസ്ഥിതിയെക്കുറിച്ച് പഠിച്ചാൽ നമുക്കതിന് സാധിക്കും. നിലവിലുള്ള സാമ്പത്തിക വ്യവസ്ഥിതികളെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് ശമ്പളം ആവശ്യമില്ലാതെ സേവനം ചെയ്യാനും അതേസമയത്ത് ഒരു സമൂഹത്തിലെ ഉന്നതരാകാനും നമുക്ക് കഴിയും. ഞാൻ ഓർക്കുകയാണ്, 2007 ദക്തൂർ ഉമർ കാമിൽ വലിയ മഹാനാണ്, ഒരുപാട് ത്വരീഖത്തുകളുടെ ഷെയ്ഖ് കൂടിയാണ്. 12ഓളം PhD ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ഞങ്ങൾക്കൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം നമ്മുടെ കേരളത്തിലെ ഇസ്ലാമിക പഠന സംവിധാനത്തിന്റെ ഇന്റഗ്രേഷനുകൾക്ക് വേണ്ടി ഒരുപാട് കോടികൾ ചെലവിട്ട സമ്പന്നൻ കൂടിയാണ്. അദ്ദേഹം ഒരു ക്ലാസ്സിൽ പങ്കുവെച്ചത് ഞാൻ ഓർക്കുകയാണ്. കേരളത്തിലെ ഓരോ ഗ്രാമാന്തരീക്ഷവും ഏകദേശ ജില്ലകളിലും അദ്ദേഹം സഞ്ചരിച്ചു. ഇവിടെയുള്ള കഴിഞ്ഞകാല പണ്ഡിതന്മാരും അവരുടെ ദഅവത്തും നിലവിലുള്ള മുസ്ലിം സമൂഹത്തിന്റെ നിലവാരവും പണ്ഡിതന്മാരുടെ സ്ഥാനവും എല്ലാം അദ്ദേഹം പഠിച്ചു. എന്നിട്ട് അദ്ദേഹം നടത്തിയൊരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, കേരളീയ മുസ്ലിം സമൂഹം ലോക ഭൂപടത്തിലെ എടുത്തു പറയത്തക്ക പ്രശസ്തരാണ് വിജ്ഞാനം കൊണ്ട്. പക്ഷേ നിങ്ങൾക്ക് സമൂഹത്തിന്റെ ഇടയിൽ ഖിവാമില്ല. കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, നിങ്ങൾ ദീനീ ദഅവത്ത് നടത്തുന്നത് അതിന്റെ മുഖാബിലുള്ള, അതിന്റെ അയവതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു തുകക്ക് വേണ്ടിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറെ ചിന്തിച്ചു, ഒരു പറ്റം പണ്ഡിതരെ ശാക്തീകരിച്ച് അവരുടെ ഖിവാം, അവരുടെ നിലനിൽപ്പ് അവരാൽ തന്നെ ലഭ്യമാവുകയും സമൂഹത്തെ ആശ്രയിക്കാതിരിക്കാൻ വല്ല വകുപ്പുമുണ്ടോ? ഇതാണ് എൻ്റെ അടുത്ത ചിന്താ വിഷയം. നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. ഞാൻ പറയുന്നത്, നാം അന്വേഷിക്കാനും പഠിക്കാനും തുനിഞ്ഞാൽ നിലവിൽ സംവിധാനങ്ങൾ ധാരാളമുണ്ട്. ഉയർന്ന് പഠിക്കാൻ തുനിഞ്ഞാൽ ഈ സമൂഹത്തിൽ, ഈ നാട്ടിലെ ഏറ്റവും ഉന്നതരായി നാം ദായികൾ മാറണം. ഒരു ദായി എന്ന് പറഞ്ഞാൽ ആ ദായിയുടെ നേരെ വിരൽ ചൂണ്ട. ഇസ്ലാമിൽ എപ്പോഴും അങ്ങനെയാണ്, ആഘോഷിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. ഈ ആഘോഷം എങ്ങനെയാകണം? ആഘോഷത്തിനൊരു കൺസെപ്റ്റ് ഉണ്ട്.
നിങ്ങൾ ആഘോഷിക്കുന്ന സമയം അത് മെമ്മറിയിൽ ലോങ് ടൈം മെമ്മറിയിലോ ഷോർട്ട് ടൈം മെമ്മറിയിലോ വരിക? ലോങ് ടൈം മെമ്മറിയിൽ. ഞാൻ ചോദിക്കുന്നു, ഇന്ന് ഏതാ ദിവസം? ബുധൻ അല്ലേ? ഇന്നലെയോ മെനിയാന്നോ തൊട്ടു മുമ്പുള്ള ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ട് ആ ദിവസം നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിച്ചത് എന്ന് ചോദിച്ചാൽ ഒരു തഫന്നിന് സാധ്യത ഉണ്ടെങ്കിൽ, ഡിഫറൻഷിയേറ്റ് വ്യത്യസ്തമായ ഫുഡിന് സാധ്യത ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുക? ഇല്ല. എല്ലാം ഒന്നാണ്, പ്രശ്നമില്ല. അത് ചൊവ്വാഴ്ച ഏതാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവുക? ഇല്ല. അതേസമയം കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് ഉച്ചക്ക് നിങ്ങൾ ഇന്നലെ എന്ന വീട്ടിൽ നിന്ന് ഏത് ഭക്ഷണം കഴിച്ചതെന്ന് വെച്ചാൽ ഓർമ്മ ഉണ്ടാവില്ലേ? ഓർമ്മ ഉണ്ടാവും. ഇതാണ് ആഘോഷത്തിന്റെ സ്വഭാവം. ആഘോഷിക്കുന്നത് നെഗറ്റീവായി ആഘോഷിച്ചാൽ മെമ്മറിയിൽ നിന്നത് പോകൂല. കൂത്താടിക്കൊണ്ട് ആഘോഷിച്ചാൽ, മദ്യപിച്ചും കൂത്താട്ടങ്ങൾ കൊണ്ടും ആഘോഷിച്ചാൽ ആ ആഘോഷം മെമ്മറിയിൽ എപ്പോഴും കിടക്കും. ഈ കൂത്താട്ടങ്ങൾ നടത്തിയ ഒരാൾക്ക് ഞാൻ ഒരു കോൺഫിഡൻസ് ഉള്ള ആളാണെന്ന് തോന്നുമോ? ഇല്ല. ഞാൻ കൊള്ളരുതാത്തവനാണെന്ന് തോന്നിക്കൊണ്ടിരിക്കും. മറക്കോ ഈ തോന്നൽ? ഇല്ല. ആഘോഷം ഒരിക്കലും അരുതായ്മകൾ ചെയ്തല്ല ആഘോഷിക്കേണ്ടത്. ആഘോഷിക്കേണ്ടത് പുണ്യങ്ങൾ ചെയ്ത് ആഘോഷിക്കണം. നിലവാരമുള്ള സ്റ്റൈലിൽ ആഘോഷിക്കണം. ഇപ്പൊ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ തക്ബീർ വരുന്നു, അല്ലാഹു അക്ബർ, ആ ഈണം തന്നെ ആസ്വാദനത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇസ്ലാമിന്റെ ആസ്വാദന രീതിയൊക്കെ അങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്തത്. ഈ പ്രൊമോഷനാണ് ശരിക്കുള്ള നമ്മൾ ഫോളോ ചെയ്യുകയും ഒരു സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത്. ഇങ്ങനെ നമുക്ക് പറ്റിയാൽ നമ്മുടെ കൂടെ നിൽക്കൊരു സമൂഹം. ഇല്ലെങ്കിൽ ഈ താമരയുടെ ഈ പുഷ്പത്തിന്റെ ചുവട്ടിൽ നിന്ന് ഈ സൗരഭ്യം കിട്ടാതെ നമ്മുടെ സമുദായം ഈ നേരത്തെ പറഞ്ഞ അന്തസ്സില്ലേ, നിങ്ങളോ മറന്നിട്ടില്ലല്ലോ, ആ അന്തസ്സിന്റെ പിന്നാലെ പോകും. നിലവാരമില്ലാത്ത അന്തസ്സിന്റെ പിന്നാലെ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാർ പോകും. നമ്മുടെ വീട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ജ്യേഷ്ഠാനുജന്മാർ പോകും. അതിൻ്റെ ഒരു മസ്ഊലിയത്ത്, അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമ്മുടെ പോക്കറ്റിൽ വരാതിരിക്കട്ടെ, അല്ലേ? ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇടപെട്ടതിൽ വളരെ സന്തോഷം. ഇനി ഇതിൽ പറയുന്നോ കുറച്ചുകൂടി ബ്യൂട്ടിയോ? അല്ലേ? അതെല്ലാം നല്ല, എന്നാൽ എല്ലാവരും കേട്ടോട്ടെ. എന്നാൽ ഇവർക്ക് എല്ലാവരും ഉന്മേഷത്തോടെ ഇരിക്കുന്നത്. ആരും, ഞാൻ പ്രതീക്ഷിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഉറക്കമൊക്കെ പ്രതീക്ഷിക്കുന്നു, പക്ഷെ ആരും ഉറങ്ങുന്നില്ല. കേൾക്കും. നല്ലൊരു സംഭവം. സമകാലീന യുഗം സാമ്പത്തികത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ പല ആപ്ലിക്കേഷനുകളും പല കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത് ഒട്ടുമിക്ക ജനങ്ങളും അതിലും വഴി എങ്ങനെയാണ് ക്യാഷ് സ്വരൂപിക്കുക എന്ന് ആലോചിക്കുകയാണ്. അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞ നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ തുക നമ്മൾ പ്രതീക്ഷിക്കില്ലെന്ന്, അതിൻ്റെ പിന്നിലൊരു സാമ്പത്തിക പഠനം ഉണ്ടെന്നും ആ രഹസ്യം മനസ്സിലാവുകയാണെങ്കിൽ നമ്മളങ്ങനെ പ്രതീക്ഷിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ പിന്നിലുള്ള ആ രഹസ്യം എന്താണ്, അല്ലെങ്കിൽ ആ പഠനം എന്താണ്? നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിലും സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചിടത്താണ്, ഇപ്പോൾ ആ ഒരു കുറച്ച് ക്യാഷ് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ മേടിക്കാതെ ഉള്ള ആ ഒരു രസതന്ത്രം എന്താണ് ചോദിച്ചത്? അതായത് നമുക്ക് നിലവിൽ സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ നാം സന്നദ്ധമാണെങ്കിൽ, ഇപ്പൊ ബികോമിൽ പേപ്പേഴ്സ് വന്നു, ഡയറക്റ്റ് സെല്ലിംഗ് മെത്തേഡ് ഉൾപ്പെടെയുള്ള ബിസിനസ് രീതികൾ വന്നു. നേരത്തെ ബിസിനസ്സിൽ ചെറിയ ഒരു ശതമാനത്തിൽ, ബിസിനസിന്റെ പൊതു സ്വഭാവം എന്താ അറിയോ, 5% കയ്യിലാണ് 95% ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ക്യാഷ് കിടക്കുന്നത്, സമ്പത്ത് കിടക്കുന്നത്. 5% ജനങ്ങളുടെ കയ്യിലാണ് 95% ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ക്യാഷ് കിടക്കുന്നത്. ഈ സാമ്പത്തിക വ്യവസ്ഥിതി ലോകാടിസ്ഥാനത്തിൽ ചലിച്ചു തുടങ്ങി, മാറ്റം വന്നു തുടങ്ങി. അഥവാ ഈ ക്യാഷ് ജനങ്ങളിലേക്ക് ഡൈവേർഷൻ വരുന്ന രീതിയിലുള്ള ബിസിനസ് രീതികൾ വരുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കണം, മണി ചെയിൻ പോലെയുള്ള പറ്റിക്കപ്പെടുന്ന ഈ വ്യവസായത്തിലേക്ക് പോകാൻ പാടില്ല. മണി ചെയിൻ എന്ന് പറയുന്നത് ഒരു തുക ഒരാൾ ചിലവഴിക്കുകയും അതിൻ്റെ ഇവതിലൊരു സർവീസോ ഒരു പ്രൊഡക്റ്റോ ഇല്ലാതിരിക്കുകയും
അങ്ങനെ ക്യാഷ് പിരമിഡ് സ്കീം പോലെയുള്ള മെത്തേഡിൽ ക്യാഷ് മൾട്ടിപ്പിൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് മണി ചെയിൻ. അത് രാജ്യത്തെ നിയമം അനുസരിച്ചും ഇസ്ലാമിക് വ്യൂ അനുസരിച്ചും നിഷിദ്ധമാണ്. അല്ലാതെ പ്രൊഡക്റ്റുകൾ ചിലവഴിക്കുന്ന സമയത്ത് കൂടുതൽ ജനങ്ങളിലേക്ക് തന്നെ അതിന്റെ വരുമാനങ്ങൾ വിഭജിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥിതി ഇപ്പൊ ബികോം പേപ്പറായിട്ട് ഈ വിഷയങ്ങൾ വന്നു കഴിഞ്ഞു. ഇത്തരം സാധ്യതകൾ പഠിക്കാൻ നാം സന്നദ്ധമായാൽ, അതുപോലെ ജനസംഖ്യ വർദ്ധിച്ചു കിടക്കുന്ന പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ശ്രദ്ധേയമാണ്. നമ്മൾ ജനസംഖ്യ മനസ്സിലാക്കുകയും പുതിയ നാടിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കുകയും ചെയ്ത് പുതിയ പ്രൊജക്റ്റുകളും പുതിയ സാധ്യതകളും കൊണ്ടുവരാൻ നമുക്ക് പറ്റിയാൽ തീർച്ചയായും ഒരുപാട് വ്യവസായങ്ങളും അതിലൂടെ നല്ല സംരംഭങ്ങളും കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അതിനു വേണ്ടി ചെയ്യേണ്ടത്, നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് താൽക്കാലികമായി പഠിക്കാൻ ആവശ്യമായ ഒരു നിശ്ചിത കാലം, ഒരു 4-5 വർഷമെങ്കിലും അല്ലെങ്കിൽ ഒരു 7 വർഷമെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഈ 7 വർഷത്തേക്ക് പഠിക്കാൻ ആവശ്യമായ വരുമാനം മാത്രം നിങ്ങൾ എങ്ങനെ കണ്ടെത്തണം? ഒരു സൈഡ് ഇൻകമായിട്ട് കണ്ടെത്തണം. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 5-7 ഒരു നിശ്ചിത പേര് ചേർന്ന് MBA ചെയ്യണം. MBA ചെയ്യുന്ന സമയത്ത് കേവലം വിദ്യാഭ്യാസം പേരിന് ചെയ്യുന്നതിന് പകരം ആ MBAയുടെ എസൻഷ്യലായ അതിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ അച്ചീവ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യണം. എന്നിട്ട് അതിന്റെ ഫിനിഷിംഗ് സ്കൂൾ കൂടി അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങളൊരു പുതിയ സംരംഭം കൊണ്ടുവരികയാണെങ്കിൽ ആ സംരംഭം വലിയൊരു സമൂഹത്തെ വളർത്താൻ അത് മതിയാകും. ഇതുപോലെ ഓരോ വ്യക്തിക്കും പുതിയ സാധ്യതകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്ന ചിന്താഗതി ഉണ്ടെങ്കിൽ തന്നെ ഇഷ്ടം പോലെ വഴികൾ ഇനിയുമുണ്ട്. അതിൽ ട്രഡീഷണൽ റൂട്ട് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കാതെ സാധ്യതകൾ അന്വേഷിക്കുന്ന മനോഭാവം മാത്രമുണ്ടെങ്കിൽ തന്നെ വലിയൊരു ഗ്രൂപ്പിനെ നയിക്കാൻ ഇവർക്ക് കഴിയും. ചെറിയൊരു ഗ്രൂപ്പ് തീരുമാനിച്ചാൽ മതി, അവരിലൂടെ വലിയൊരു ഗ്രൂപ്പിലേക്ക് എത്താൻ പറ്റും. ഇന്ന് നമ്മുടെ സ്ഥാപന സംവിധാനങ്ങൾ പഠിക്കുക. സ്ഥാപനങ്ങൾ എത്രയുണ്ട് നിങ്ങൾ നോക്കൂ. ഈ നിലവില് ഇവിടെ കദസിയയില് ഇപ്പൊ ഈ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? ഇപ്പോ ഒന്നുകൂടെ പറയും, ഒരാള് 100 ചില്ലാനം വിദ്യാർത്ഥികളുണ്ട്. ഈ 100 ചില്ലാനം വിദ്യാർത്ഥികളുടെ ഫാമിലീസ് ചേർന്ന് നിന്നാണ് ഈ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ മൂവ്മെന്റ് നടക്കുന്നതെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ സാരഥി ഈ സ്ഥാപനത്തിന്റെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിക്കുന്നതിൽ, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേടിയെടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ചിന്ത കൂടുതൽ ചെലവഴിക്കേണ്ടി വരില്ല. അദ്ദേഹത്തിന് കുറച്ചുകൂടി ഉയർന്ന് ചിന്തിക്കാൻ കഴിയും. ചെറിയൊരു കോർഡിനേഷൻ ഈ സ്ഥാപനത്തിലെ പാരൻസ് കൂടി ഇതിന്റെ കൂടെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തേക്ക് ആവശ്യമായതും ഇവിടുത്തെ അടുത്ത സ്റ്റെപ്പിനേക്ക് ആവശ്യമായതും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ തനിയെ അധ്വാനമില്ലാതെ സൃഷ്ടിക്കപ്പെടുമായിരുന്നു. എല്ലാവരും വേണ്ട, കുറച്ചു പേര് മതിയാകും. ഇത്രയും സംഖ്യ ഉണ്ടെങ്കിൽ, ഇത്രയും സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ, ഈ സ്ട്രെങ്തിനിടയിൽ തന്നെ ആരുണ്ടാകും? ഇത് കണ്ടെത്താൻ ആവശ്യമായ, ഇത് നേടാൻ പറ്റിയ ഒരു ടീം ഉണ്ടാകും. ആ ടീം അനുബന്ധമായ ഒരു ട്രാക്കായി കൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അധികം അധ്വാനം ഇല്ലാതെ അത് നടന്നോളൂ. അത് കോർഡിനേറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു സ്റ്റാഫ് മതിയാകും. ജസ്റ്റ് ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്തു പോരും. എന്നാൽ ഇതിന്റെ നേതാക്കൾക്ക് അവരുടെ വലിയ വിലപ്പെട്ട സമയം, അൽഹംദുലില്ലാ നമ്മുടെ ഫാറൂഖ് നഈം ഉസ്താദ്, അതുപോലെ മുഹമ്മദ് കുഞ്ഞി സഖാഫി ഉസ്താദ്, ഈ ഉസ്താദ് ബഹുമാന്യരായ മിസ്ബാഹി ഉസ്താദിനെ പോലെയുള്ള ഈ പ്രഗത്ഭരായ ഉസ്താദുമാർ, ഈ വലിയ വലിയ ഉസ്താദുമാരുടെ വലിയ ചിന്തകളും വിലപ്പെട്ട വലിയ സമയവും എവിടെ ചെലവഴിക്കാതെ പോകാം? ഈ നിസ്സാര വിഷയത്തിന് ചെലവഴിക്കാതെ അവർക്ക് കൂടുതൽ ഉയർന്ന് ചിന്തിക്കാം. ഇങ്ങനെ ഓരോ സാധ്യതകളും മനസ്സിലാക്കി പുതിയ നേട്ടങ്ങളുടെ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ തുനിഞ്ഞാൽ തീർച്ചയായും, ഞാൻ ഒന്നാമത് പറഞ്ഞത് നമ്മൾ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ കുറിച്ച്, അതുപോലെ ഈ ആൾവിഭവം ഉപയോഗിച്ച്, ആൾവിഭവം ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് സാധ്യതകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് മാത്രം വേണമെങ്കിൽ ഒരു ചർച്ചയായിട്ടൊക്കെ കൊണ്ടുവരാം. പിന്നെ ആൾവിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് വരുമാനങ്ങൾ ധാരാളം കണ്ടെത്താൻ നമുക്ക് കഴിയും. പല രീതിയിൽ വരുമാനങ്ങൾ കണ്ടെത്താൻ കഴിയും. ഒരു ഉദാഹരണം പറയാം. ഇന്ന് എഡ്യൂക്കേഷണൽ സിസ്റ്റം കൂടുതൽ ഓട്ടോണമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത്
ഓരോരുത്തരും സ്വതന്ത്രമായി പഠിച്ചു വളരാനുള്ള സംവിധാനത്തിലേക്ക് പെട്ടെന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് എല്ലാവർക്കും വലിയൊരു ജനസംഖ്യക്ക് ആവശ്യമുള്ളൊരു വിഷയമാണ് പേഴ്സണൽ കെയറിംഗ് ഉള്ളത്, അല്ലെങ്കിൽ പേഴ്സണലായി അവരെ സഹായിക്കുന്ന സിസ്റ്റം കൊണ്ടുവരുന്നത്. ഇതിപ്പോ നമ്മൾ ശ്രമിച്ചിരുന്നു, മീം എന്ന് പറഞ്ഞിട്ട് നമ്മളെ സംഘടനാ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. അത് കാര്യക്ഷമമായി അടിത്തട്ടിലൊന്നും എത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മുടെ മതവിദ്യാഭ്യാസം തന്നെ ഒരു ആപ്ലിക്കേഷനിലൂടെ കൃത്യമായി നൽകാനും അത് ഫോളോ ചെയ്യാനും ഒരു ടീമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു സമയം കൊണ്ട് വലിയ ഒരു ആളിലേക്ക്, വലിയൊരു സമൂഹത്തിലേക്ക് ദഅവത്ത് എത്തിക്കാനും, അതേസമയം തന്നെ ചെറിയ കൊച്ചു വരുമാനങ്ങൾ, കൊച്ചു നേട്ടങ്ങൾ മാത്രം നേടിയാൽ പോലും അത് വലിയ നേട്ടമായി ഈ ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നവർക്ക് സാധിക്കും. ഒരു മദ്രസ എഡ്യൂക്കേഷനൊക്കെ ഭാഗികമായി നടക്കുന്ന ഒരു കാലമാണ്. നിങ്ങൾ ബൈജു ആപ്ലിക്കേഷന്റെ ഏതെങ്കിലും ക്ലാസ് കണ്ടിരുന്നോ? ആ ക്ലാസ്സുകൾ കൂടുതൽ ഇന്റഗ്രേറ്റഡ് ആണ്, കൂടുതൽ ടെക്നോളജി അപ്ലൈഡ് ആണ്. എന്നാൽ അത് നമുക്ക് എവിടെ ഉപയോഗിക്കാം? മതപരമായ സൈഡിൽ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കപ്പെട്ടിരുന്നെങ്കിൽ അത് ഏറ്റെടുക്കാനും അത് ആസ്വദിക്കാനും ഇവിടെ ജനങ്ങളുണ്ട്, ധാരാളം. വലിയൊരു ജനസംഖ്യയുണ്ട്. ഈ ജനസംഖ്യയിൽ നിന്ന് തുച്ഛമായ ചെറിയ കൊച്ചു വരുമാനം നേടിയാൽ പോലും അത് ഒരാൾക്ക് വലിയ നേട്ടം ഉണ്ടാക്കുന്നതാണ്, വലിയ സാധ്യത ഉണ്ടാക്കുന്നവരാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ജനസംഖ്യ നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. ഈ നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാർ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഹൈദർ ഉസ്താദ്, അങ്ങനെ തുടങ്ങി വലിയ ഉസ്താദുമാർ, ഓരോ ഉസ്താദുമാരുടെയും ടേസ്റ്റ് വ്യത്യസ്തമാണ്. ഈ ഉസ്താദുമാർ നമുക്കെടുക്കുന്ന ക്ലാസ്സുകൾ അതൊരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് ഏത് സാധാരണക്കാർക്കും അവരവരുടെ വീട്ടിലെ അടുക്കളയിൽ വെച്ച് കാണാവുന്ന, ഡിവൈസുകളിൽ വെച്ച് കാണാവുന്ന രീതിയിൽ ഈ ക്ലാസ്സുകളെ ഏകീകരിച്ച്, അല്ലെങ്കിൽ ഈ ക്ലാസ്സുകളെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ എത്തിക്കാൻ പറ്റിയാൽ നമ്മുടെ ജനങ്ങളിലേക്ക് ദീർഘത്വം, ജനങ്ങളിലേക്ക് ഈ ഉസ്താദുമാരുടെ ശബ്ദങ്ങൾ എത്തിയാൽ തന്നെ സാധാരണ ജനങ്ങളിൽ എത്തുമ്പോൾ തന്നെ സാധാരണ ജനങ്ങളിൽ വലിയ ദഅവത്തെത്തും. ഇങ്ങനൊരു ദഅവത്തെത്തുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ എത്ര കോടികൾ വരാനും ആൾക്കാരെ കിട്ടും ഈ സമൂഹത്തിൽ. ഇങ്ങനെ തുടങ്ങി നിരവധി മാർഗങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും, അതേസമയത്ത് നമ്മളൊരു ഖിദ്മത്ത് ചെയ്യുമ്പോൾ ആ ഖിദ്മത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നല്ല അന്തസ്സിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇഷ്ടം പോലെ സാധ്യതകൾ ഇനിയുമുണ്ട്. പ്രൊജക്റ്റുകളും സംവിധാനങ്ങളും ഒക്കെ പഠിച്ച്, പുതിയ സാമ്പത്തിക സ്ഥിതിവിശേഷങ്ങൾ പഠിച്ച് അത് നമ്മുടെ കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുത്ത് അവർക്ക് വലിയൊരു കോഴ്സോ മറ്റോ ഒക്കെ സെറ്റ് ചെയ്യുക. നിങ്ങൾ പഠിച്ചെടുത്ത അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പുതിയൊരു കോഴ്സ് സെറ്റ് ചെയ്യുക. ആ കോഴ്സ് ഉപയോഗിച്ച് നമ്മുടെ സമൂഹത്തെ ഇന്റഗ്രേറ്റ് ചെയ്യണം, വളർത്തണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് വികസിക്കാം, മറുഭാഗത്ത് നമ്മൾ മുഖേന വലിയൊരു സമൂഹം വികസിക്കും. ഇങ്ങനെ നല്ല കാഴ്ചപ്പാടുകളിലൂടെ വരികയാണെങ്കിൽ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പൊ ഇവിടെ എല്ലാ സ്ഥലത്തും സ്ഥാപനങ്ങളുണ്ട്. സ്ഥാപനങ്ങൾക്ക് വേണ്ടി സ്ഥാപനം ഉണ്ടാക്കരുത് ദയവായിട്ട്. പകരം സ്ഥാപനങ്ങളുടെ ആവശ്യത ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാക്കാൻ പേടിക്കുകയും ചെയ്യരുത്. ചെയ്യേണ്ടത് എന്താണ് സമൂഹത്തിന് ആവശ്യം, അത് പകർന്നു നൽകാൻ പറ്റണം. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഒരു വിദ്യാർത്ഥി ഒരു സ്ഥാപനത്തിൽ വരുമ്പോൾ, നിങ്ങളൊക്കെ ഇപ്പൊ ഇറങ്ങാൻ പോവുകയല്ലേ, ഒരു വിദ്യാർത്ഥി ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ആ സ്ഥാപനത്തെയും ആ സ്ഥാപനം പഠിപ്പിക്കുന്ന കൾച്ചറിനെയും നെഞ്ചിലേറ്റാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ അടുത്ത ജനറേഷന് കിട്ടുന്ന വിദ്യാഭ്യാസം. മദ്രസയാണെങ്കിൽ മദ്രസയിൽ ഒരു കുട്ടി വന്നാൽ, ഒരു 10 ദിവസം മദ്രസയിൽ വന്നാൽ പിന്നീട് ആ കുട്ടിക്ക് മദ്രസയിൽ വരാതിരിക്കാൻ കഴിയരുത്. അങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് കഴിയണം. അതെങ്ങനെയെന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാൻ നിങ്ങൾ ഉസ്താദ് തന്നെ പറഞ്ഞു തരും. നിങ്ങൾ ചോദിക്കണം, അങ്ങനെ എന്ത് ചെയ്താലാണ് അങ്ങനെ ആവുക. അത്രയും സാധ്യതയില്ല. പിന്നെ നിങ്ങളൊക്കെ ആലോചിച്ചാലും കുറേയൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ഹാപ്പി സോൺ എന്ന് പറഞ്ഞിട്ടൊരു ടീം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ടീമിന്റെ പ്രധാനപ്പെട്ട ഫോക്കസിങ് ഏരിയ കരിക്കുലം ഡെവലപ്മെന്റ് ആണ്. കരിക്കുലം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബലി വാല്യൂ ഉള്ള, അല്ലെങ്കിൽ ഗ്ലോബലി ഏറ്റവും കൂടുതൽ ഇന്റഗ്രേഷൻ ഉള്ള ഒരു കരിക്കുലം സിസ്റ്റം, അത് ഇസ്ലാമിക് സൈഡ് കൂടി അപ്ലൈ ചെയ്തുകൊണ്ട് നാം ഡെവലപ്പ് ചെയ്ത് നടപ്പിലാക്കുന്ന, നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു ടീമാണ് ഹാപ്പി സോൺ. ഹാപ്പി സോൺ ടീം അത് എല്ലാ വിദ്യാഭ്യാസ മേഖലയിലും, അക്കാദമിക് എഡ്യൂക്കേഷൻ ആണെങ്കിലും മോറൽ എഡ്യൂക്കേഷൻ ആണെങ്കിലും അവിടെ എല്ലാം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നാം ടീം ഇതുപോലെ ഇറങ്ങുന്നു. ഇതുപോലെ ഞാൻ നിങ്ങളോടും പറയുന്നു, നിങ്ങൾ ചിന്തിച്ചാൽ
നമ്മുടെ ചിന്തയേക്കാൾ എത്രയോ വിപുലമാണ് നിങ്ങളുടെ ചിന്താമണ്ഡലം. ഞാൻ പറഞ്ഞത് ഏകദേശം. എന്തായാലും സാധ്യതകൾ ധാരാളമുണ്ട്. ഒരു അന്വേഷിക്കുന്ന മനോഭാവം ഉണ്ടെങ്കിൽ ഒരുപാട് സാധ്യതകൾ ഉള്ളതാണ്. ദയവായി നിങ്ങൾ ചുരുങ്ങരുത്. നിങ്ങളുടെ അസാധ്യതത്ത് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് വലുതാകാനാണ്. ആ വലുതാകൽ മാക്സിമം വലുതാകാൻ ശ്രമിക്കുക. മാക്സിമം വലിയ വൃത്തങ്ങൾ വരക്കാനും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കാം. നമ്മുടെ വീട്ടിൽ നാം മുഖേന ഒരു മാറ്റമുണ്ടാകുന്നൊരവസ്ഥ ഇല്ലെങ്കിൽ അതുണ്ടാകണം എന്ന് ശാഠ്യമുണ്ടാകാം. അതിനെക്കുറിച്ച് അന്വേഷണമാകാം. നിങ്ങൾക്കാർക്കെങ്കിലും അതിൽ ആശങ്ക ഉണ്ടോ? ഒരു അന്വേഷണ മനോഭാവം ഉണ്ട്, ഒരു ചോദ്യം ഉന്നയിക്കാൻ പറ്റിയവരാരെങ്കിലും ഉണ്ടോ ആ വിഷയത്തിൽ? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ സ്വന്തം വീട്ടിലും സ്വന്തം നാട്ടിലും സ്വന്തം നിങ്ങൾ ഇടപെടുന്ന ഇടത്തും നിങ്ങളെ കണ്ടിട്ട് എനിക്കും വേണം, എനിക്കും ഈ ഇസ്ലാമിക് സ്റ്റൈല് വേണം, ഡ്രസ്സിലും സംസ്കാരത്തിലും ജീവിത വ്യവഹാരങ്ങളിലെല്ലാം എനിക്കും വേണം ഇത് എന്ന് തോന്നുന്ന പശ്ചാത്തലം ഉണ്ടാകുമെന്നാണ് ഞാൻ പറയുന്നത്. അത് സാധ്യമാകാത്ത വല്ല തടസ്സവും നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ? ചോദ്യം ഉന്നയിക്കുന്നു. മർഹബൻ. ഇവിടെ വന്ന് ചോദിച്ചു, എന്നാൽ സാഹസം വന്നോട്ടെ. അസ്സലാമു അലൈക്കും. ഈ കാലഘട്ടത്ത് വരുന്ന അല്ലെങ്കിൽ നിലവിലുള്ള ഈ ജനറേഷൻ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് മൊബൈൽ ഫോൺ അഡിഷൻ എന്നുള്ളത്. അപ്പോൾ ഈ കാലഘട്ടത്ത് വളർന്നു വരുന്ന കുട്ടികളാണെങ്കിലും ഇപ്പം നിലവിലുള്ള വിദ്യാർത്ഥി ആ ഒരു മേഖലയിലുള്ളവരാണെങ്കിലും മൊബൈൽ ഫോണിലൂടെ കാണുന്ന റീൽ, ഷോട്ട്, ചെറിയ ചെറിയ സമയങ്ങളിലുള്ള വിഷ്വലൈസ്ഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഒരേ സമയത്ത് തന്നെ സെക്കൻഡുകളുടെ ഉള്ളിൽ അവരുടെ മുന്നിൽ പല ചിത്രങ്ങളും വന്നു പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അഡിക്ഷൻ നമ്മുടെ ഈ ഒരു തലമുറയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, നമ്മുടെ മുന്നിൽ വളർന്നു വരുന്ന ഒരു സമുദായത്തിന് മാതൃകയാവാനോ അല്ലെങ്കിൽ അവർക്ക് നമ്മളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തക്കത്തിലോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കും അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ സമുദായം റീലുകളിൽ എന്താണോ കാണുന്നത് അത് ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഒരു റീൽ വരുമ്പോൾ തന്നെ അത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ പല റീലുകളും എന്ത് ചെയ്യാണ്, വൈറലാവുകയാണ്. അപ്പോൾ അടുത്ത ആൾക്കാർ അത് കാണുമ്പോൾ ചിന്തിക്കുന്നത് അടുത്ത ആ റീല് എന്നിൽ നിന്ന് വരണം എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ആ ഒരു തലമുറയെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് മൊബൈൽ ഫോൺ അഡിക്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ഇപ്പൊ നിലവിൽ അഡിക്ഷനിന് കീഴ്പ്പെട്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ വളർന്നു വരുന്ന സമുദായത്തിലും ഈ അഡിക്ഷൻ എങ്ങനെ ഒഴിവാക്കാം, മൊബൈൽ ഫോണിലും അതുപോലെ ഇതുപോലെയുള്ള റീലുകളിലുള്ള അഡിക്ഷൻ എങ്ങനെ ഒഴിവാക്കാം? വളരെ കാര്യക്ഷമമായൊരു ചോദ്യം. സെയ്ത് കൂടിയാണ് അല്ലേ? മാഷാ അല്ലാഹ്. അതിന് ചെയ്യേണ്ടത് ഡിവൈസിനെ നിങ്ങൾ സാക്ഷരവൽക്കരിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് സാക്ഷരവൽക്കരിക്കേണ്ടതെന്ന് പറയാം. അവിടെ ചെറിയൊരു ചർച്ച കൊണ്ടുവരാം. എന്താണെന്നറിയാം, ഈ ഷോർട്സ് റീൽസിന്റെ ഒക്കെ സമയം ചുരുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലേ? സമയം ചുരുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം, ഈ ഡിവൈസുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഒരു വ്യൂവർ എത്ര സമയമാണ് കാണുന്നത്, എപ്പോഴാണ് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവർ സ്കിപ്പ് ചെയ്യുന്ന ആ ഡ്യൂറേഷനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ സമയം എന്ത് ചെയ്യുന്നത്, ചുരുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സമയം ചുരുക്കേണ്ടി വരുന്നത്? അവരെന്തുകൊണ്ടാണ് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുന്നത്? മടുക്കുന്നത് കൊണ്ടാണ്. മടുക്കുന്നത് എന്തുകൊണ്ടാണ്? വേസ്റ്റ് ആണ് ഈ സാധനങ്ങൾ. എന്താ ശരിക്കും ചെയ്യേണ്ടത്? സമൂഹത്തെ മനസ്സിലാക്കി പോസിറ്റീവ് ലാംഗ്വേജിൽ ഈ ഡിവൈസുകളിലൂടെ കൃത്യമായി നിങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സമ്പുഷ്ടമായിട്ടുള്ള വിഭവങ്ങൾ കൊടുക്കാൻ ഇതേ മീഡിയ ഉപയോഗിച്ചാൽ തീർച്ചയായും ഇതിന് പരിഹാരമാകും. ചെയ്യേണ്ടത് വ്യാപകമായി നമ്മുടെ പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ, ആകർഷണീയമായ, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും പലർക്കും. വ്യത്യസ്ത ടേസ്റ്റിൽ നിറഞ്ഞു വരണം മതപഠനങ്ങൾ. ഏതിൽ?
സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ. അങ്ങനെ ഒന്ന് വന്നു നോക്ക്. പിന്നെ മറ്റത് റീൽസും ഷോർട്സും കാണാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പിന്നെ ഒരുതരം അറപ്പുണ്ടാകും. നിങ്ങൾ നോക്കൂ, ചില വളരെ മോശം പശ്ചാത്തലത്തിലുള്ള ചില ആൾക്കാർ നഈമി ഉസ്താദിന്റെ ചില ക്ലാസ്സുകൾ കേട്ട്, വയലുകൾ കേട്ട് പിന്നെ മറ്റതൊന്നും വേണ്ട. അങ്ങനെ വിഭവസമൃദ്ധമായ നമ്മിൽ പലരുടേതും വ്യാപകമായി വരട്ടെ. അങ്ങനെ വ്യാപകമായി ഈ ഡിവൈസുകളിൽ എന്തു വരണം? മതപഠനവും അതുപോലെ അല്ലാത്ത പഠനവും വരണം. പഠനങ്ങൾ വരണം. പഠനങ്ങൾക്ക് വ്യാപകമായി ഇതിനെ ഉപയോഗിക്കപ്പെട്ടാൽ തീർച്ചയായും ഈ വേസ്റ്റിനോടുള്ള മടുപ്പ് വരും, വേസ്റ്റ് കൈവയും. അതിന്റെ തെളിവാണ് പലപ്പോഴും ഇവർക്ക് ഡ്യൂറേഷൻ ചുരുക്കേണ്ടി വരുന്നു എന്നുള്ളത്. വേസ്റ്റിനോട് സമൂഹത്തിന് മടുപ്പുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു സംഗതി ശരിയാണ്, ഏത് വേസ്റ്റും കുറേ തവണ കാണുമ്പോൾ അതിനോടുള്ള അറപ്പ് പോകും. ആവർത്തിച്ച് മുക്കററായി റിപ്പീറ്റഡ് ആയിട്ട് കാണുമ്പോൾ ആ കാണുന്നതിനോട് ഒരു മനുഷ്യൻ വഴിപ്പെടും. സ്വാഭാവികമാണ്. കാരണം മനസ്സിലേക്ക് ഇൻഫർമേഷൻ വരുന്നതിന്റെ 80% കണ്ണിലൂടെയാണ്. അതുകൊണ്ട് നിരന്തരം കാണുന്ന സമയത്ത് ആ കാണുന്ന ആശയത്തോട് ഒരു അഡാപ്റ്റിംഗ് വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അതത് ശരിയായത് കൊണ്ടല്ല. ഒരു കളവ് ആവർത്തിച്ച് പറഞ്ഞാൽ അത് സത്യമാണെന്ന് തോന്നിയേക്കും. അതുകൊണ്ടത് സത്യമല്ലല്ലോ. അല്ല. ഇതുപോലെ ഡിവൈസുകളിലൂടെ ഈ അനാവശ്യങ്ങൾ വരുന്നതിന് പകരം നന്മ വരട്ടെ. ഉദാഹരണത്തിന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഉണ്ടാകാം ചിലർക്കൊക്കെ കൂടുതൽ സമയം ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഷോർട്സോ റീൽസോ ഒക്കെ കണ്ട് സമയം പോവുക. അതേ നിങ്ങൾ പഠിച്ചൊരു തഫ്സീറിലെ അതിൻ്റെ ബയാൻ, അതിൻ്റെ വിശദീകരണങ്ങൾ, നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു കിതാബിന്റെ വിശദീകരണങ്ങൾ, അത് ഇതേ ഡിവൈസ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യുകയും അത് പഠിക്കുകയും അതിന്റെ വിശദീകരണങ്ങൾ നോക്കുകയും അങ്ങനെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടെന്ന് സങ്കല്പിച്ചു നോക്ക് നിങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഷോർട്സ് കാണാൻ കഴിയില്ല. ഷോർട്സ് കണ്ടാൽ ഒരു സുഖവും കിട്ടൂല, ഒരു രസവും ഉണ്ടാവില്ല. നാം അതിനെ പഠനം എന്ന് പറയുന്നത് ശരിക്കും ഒരു മനുഷ്യനെ ഏറ്റവും ആസ്വദിപ്പിക്കുന്ന ഒരു ത്രില്ലടിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അത് അനുഭവിക്കുമ്പോഴാണ് മറ്റുള്ളതിനോട് മടുപ്പുണ്ടാവുക. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അത് പാടില്ല, ഇത് പാടില്ല, അത് പാടില്ല എന്ന് പറയുന്നതിന് പകരം എപ്പോഴും എന്തൊക്കെ ആസ്വദിക്കാം, എന്തൊക്കെ ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ റീൽസിലും ഷോർട്സിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ക്ലാസ്സിന് വരുമ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും ഇസ്ലാമികമായ ലാംഗ്വേജ് എന്ത് ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ആസ്വദിക്കാം, എങ്ങനെയൊക്കെയാണ് ആസ്വദിക്കേണ്ടത്, എന്തൊക്കെയാണ് സാധ്യതകൾ, ഇതൊന്ന് പറഞ്ഞു നോക്ക്. കേൾക്കാൻ ഇഷ്ടം പോലെ ആളുണ്ടാകും. പോസിറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വഈദ് വളരെ കുറച്ചാണ്. മുന്നറിയിപ്പുകൾ, നദീർ എന്താണ്, വളരെ കുറച്ചാണ്. വ്യാപകമായി ഒരു പ്രഭാഷണം നടന്ന് 2 മണിക്കൂർ പ്രഭാഷണത്തിൽ ഭൂരിപക്ഷവും അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പറയാം. അത് പോസിറ്റീവ് അല്ല. ശിക്ഷ തീരെ പറയാൻ പാടില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. പകരം അള്ളാഹുവിന്റെ ശിക്ഷയാണോ കൂടുതൽ? ആണോ? അല്ല. ആദ്യത്തെ അൽ ഹദീസുൽ മുസൽസലത്തു ബിൽ അവ്വലി ഏതാ? അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. അല്ലേ? ഈ ടൈപ്പിലാണ് മെസ്സേജ് പോകേണ്ടത്. ഈ ടൈപ്പിൽ പോസിറ്റീവ് ലാംഗ്വേജിൽ ധാരാളമായി നമ്മുടെ അഭിസംബോധനകൾ, നമ്മുടേതായ ക്രിയേഷനുകൾ വന്നാൽ ഈ ഡിവൈസുകളുടെ ലോകത്തെ ഈ ചടപ്പിക്കൽസ്, വേസ്റ്റ് വൽക്കരണം, അത് നമുക്ക് അറുതി വരുത്താൻ കഴിയും. അല്ലേ? ഡിവൈസുകളുടെ ലോകത്ത് പ്രത്യേകിച്ച് യുവാക്കൾക്കൊക്കെ സമൃദ്ധമായി നല്ലത് കിട്ടിയാൽ മറ്റതിനോട് മടുപ്പുണ്ടാവും. റീൽസിനും ഷോർട്സിനൊക്കെ ഭയങ്കര മടുപ്പ് വരും. മടുപ്പ് വരാത്തത് വേസ്റ്റ് തന്നെ കണ്ടിട്ടാണ്. വേസ്റ്റ് കാണൽ കുറയും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ കഴിവിട്ട്, ഇപ്പം നിങ്ങൾ ഇഷ്ടം പോലെ നല്ല കഴിവിറ്റ ആൾക്കാരുണ്ട്. നിങ്ങളുടെയൊക്കെ ഇത് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ നല്ല പോസിറ്റീവ് ലാംഗ്വേജിൽ പാടില്ല എന്ന് പറയുന്നതിന് പകരം ഇതാ ഇങ്ങനെ ചെയ്യാം, ഇന്നതൊക്കെ നന്മയാണ്, ഇത്തരം നന്മയുണ്ട്. നന്മ ഒരു കൃത്യമായി വ്യൂ പോയിന്റ് വേണം. എൻ്റെ ഒരു മെസ്സേജ് കണ്ടാൽ അതിൽ നിന്ന് എന്താണ് ഒരു ശ്രോതാവിന് തോന്നേണ്ടത് എന്ന് നമുക്കൊരു പ്ലാന് വേണം. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കറക്റ്റ് ആ ശ്രോതാവിന് അത് കിട്ടിയിരിക്കും. പിന്നൊന്ന്, മനസ്സിൽ ഒരാൾ ടെൻഷൻ കൊണ്ട് നടക്കരുത്.
നിങ്ങൾക്ക് നിങ്ങളുടെ നാളെയെക്കുറിച്ച് ആശങ്ക ഉണ്ടാകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് ആശങ്ക ഉണ്ടാകരുത്. എല്ലാ ആശങ്കകളും കഴുകി കുളിച്ചു വേണം നാം ജീവിക്കാൻ. നമ്മുടെ ഓരോ ഈ മൊമെന്റും വളരെ ഫ്രഷ് ആൻഡ് ബിഗിനിങ് ആയിരിക്കണം. ഓരോ മൊമെന്റും ശരിക്കും ഫ്രഷാണ്, ഓരോന്നും. അപ്പോൾ ആ ഒരു ഇതിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഓരോ വാക്കും എപ്പോഴും ശ്രദ്ധിക്കപ്പെടും. ഓരോ വാക്കിനും ആസ്വാദനം ഉണ്ടാകും, ഓരോ വാക്കും ശ്രദ്ധേയമായിരിക്കും, ഓരോ വാക്കും അട്രാക്റ്റീവ് ആയിരിക്കും. പറഞ്ഞ ക്ലിയർ അല്ല? ഏത് വിഷയത്തിൽ വേണമെങ്കിലും സമയമായില്ലേ? ഇത്രയും സമയം നിങ്ങൾ ഇരുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങൾ ഇൽമിൻ്റെ വഴിയിലെ വലിയ ഭാഗ്യമുള്ളവരാണ്. നിങ്ങളെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് എതിരേറ്റത്. ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഈ സമയം വരെ ഇതിൽ പ്രവർത്തിക്കുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ, സഹകരിച്ച സഹകാരികൾ, അള്ളാഹു എല്ലാവർക്കും എല്ലാ ഖൈറും നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഹൈദർ ഉസ്താദ്, അതുപോലെ മുഹമ്മദ് ഉസ്താദ്, മിസ്ബാഹി ഉസ്താദ്, ഫറൂഖ് നഈം ഉസ്താദ്, നമ്മളൊക്കെ വലിയ ആദരവോടെയും ഇഷ്ടത്തോടെയും ആസ്വദിച്ചും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവരാണ്. അള്ളാഹു ഈ വലിയ നേതൃത്വത്തിൻ്റെയൊക്കെ നല്ല ആഫിയത്തുള്ള സന്തോഷമുള്ള ദീർഘായുസ് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹുമ്മ വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. اللهم اجعلنا هادين مهتدين. اللهم اجعلنا من عبادك الصالحين. اللهم اجعلنا من السعداء المقبولين. اللهم لا تجعلنا ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم أعطنا ولا تحرمنا وأكرمنا ولا تهنا. اللهم ارضنا وارض عنا يا ذا الجلال والإكرام. يا حي يا قيوم يا سيدنا يا مولانا اجعلنا من عبادك الصالحين واحشرنا في زمرة عبادك الصالحين. أدخلنا في دار جناتك النعيم. اللهم أجرنا من النار. آمين برحمتك يا أرحم الراحمين.